കൊച്ചുമക്കളെയൊക്കെ ഞാൻ തന്നെ അച്ഛ വളർത്തിയത്. എൻ്റെ മകളൊന്നും കാര്യമായിട്ട് അറിഞ്ഞിട്ടില്ല, പക്ഷെ ഞാൻ അവരെയൊക്കെ വളർത്തി. അവരെ എല്ലാം ഇങ്ങനെ എടുത്തുകൊണ്ട് പോയി പുറത്തൂടെയെല്ലാം കൊണ്ടുപോയി പുറത്തൂടെയൊക്കെ കൊണ്ടുപോയി ചോറൊക്കെ കൊടുക്കുന്നത് കാക്കയുണ്ട് പൂച്ചയുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരെ വാ പൊളിപ്പിച്ച് ചോറൊക്കെ കൊടുത്തു. അവരെ വളർത്തി. ഇപ്പം അവരൊക്കെ വലിയവരായി. അവരെ UK പോയി, അല്ലെങ്കിൽ ജർമ്മനിക്ക് പോയി എന്നൊക്കെ പറഞ്ഞ് അമ്മച്ചി പറയുകയാണ്. അവരെയൊക്കെ ഞാനാ വളർത്തിയെന്നോ. അപ്പോൾ ഒത്തിരി മക്കളെ വളർത്തിയവരാണ് അമ്മച്ചിമാരും അപ്പച്ചന്മാരും. അപ്പോൾ അവരെ കൊച്ചുമക്കളെ വലിയ സ്നേഹമുണ്ട്. കൊച്ചുമക്കളോടും മക്കളോടും എല്ലാം ഒത്തിരി സ്നേഹമുള്ളവരാണ്, വാത്സല്യമുള്ളവരാണ് നമ്മുടെ മാതാപിതാക്കൾ. അപ്പോൾ അങ്ങനെ ഉള്ള മാതാപിതാക്കളെ ആദരിക്കാനായിട്ടുള്ള ഈ ദിവസം നമുക്ക് ലഭിച്ചതിന് നമുക്ക് നന്ദി പറയാം. ഇന്ന് വലിയ മഴയൊന്നും ഇല്ലായിരുന്നു, അല്ലെങ്കിൽ കർക്കിടക മാസത്തിൽ സാധാരണ മഴയൊക്കെ ഉള്ളതാണ്. ഇന്ന് അമ്മച്ചിമാർക്കും അപ്പച്ചന്മാർക്കൊക്കെ വരാൻ വേണ്ടി നല്ല കാലാവസ്ഥയൊക്കെ നമുക്ക് കിട്ടി. അപ്പോൾ ഇന്ന് വന്ന നിങ്ങളെ പ്രത്യേകമായിട്ട് ഒരിക്കൽ കൂടി ഞാൻ അഭിനന്ദിക്കുകയാണ്. നിങ്ങൾ പല രീതിയിലുള്ള ശുശ്രൂഷ ചെയ്തവരാണെന്ന് ഞാൻ പറഞ്ഞു. കൈക്കാരന്മാരായിട്ടുള്ളവരെന്ന് കൈവെക്കാവോ? കൈക്കാരന്മാരായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളവരുണ്ട്. ഇതെല്ലാം കൈക്കാരന്മാരായിട്ട് പ്രവർത്തിച്ചവരുണ്ട്. അതെ, പിന്നെ പാരീഷ് കൗൺസിൽ പ്രവർത്തിച്ചവരുണ്ടോ? പാരീഷ് കൗൺസിൽ പ്രവർത്തിച്ചവരുണ്ട്. അതുപോലെ പിന്നെ സംഘടനകളിലൊക്കെ പ്രവർത്തിച്ചവരുണ്ട്. മാതൃവേദിയിലും വിൻസെന്റ് പോൾ സംഘടനയിലും ഒക്കെ പ്രവർത്തിച്ചവരിപ്പുണ്ട്. വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചവരുണ്ട്. 40 വർഷം 50 വർഷമൊക്കെ ആയവരുണ്ട്. അങ്ങനെ വിവിധ കാര്യങ്ങളിലൂടെ നമ്മുടെ ഇടവകയെ വളർത്താനായിട്ട്, നമ്മുടെ ഇടവക സമൂഹത്തിൻ്റെ നട്ടലായി നിന്നവരാണ് നിങ്ങൾ എന്ന് പറയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ പ്രായമായി വയ്യാതെ ഇരിക്കുന്നവരെ ദൈവം പ്രത്യേകം കാത്തു രക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് യാതൊരു സംശയമില്ല. അപ്പോൾ ആയുസ്സൊക്കെ ദൈവം തന്നതാണ്. അപ്പോൾ അതിനൊക്കെ എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം, എപ്പോഴും സന്തോഷത്തോടുകൂടി ഇരിക്കണം, ഇടപെടാതെ പ്രാർത്ഥിക്കണം, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കണം. ഇതാണ് യേശു ക്രിസ്തു നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിനെന്നാണ് അപ്പസ്തലൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ എപ്പോഴും സന്തോഷത്തോടുകൂടി ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ കാണും, പക്ഷേ അതിനു മുമ്പ് അതിനിടയ്ക്കും നമ്മൾ സന്തോഷമുള്ളവരായി എല്ലാവരോടും വർത്തമാനമൊക്കെ പറയുന്നത്, മറ്റുള്ളവരെ അടുക്കിലേക്ക് പോകാൻ പറ്റുന്നവരൊക്കെ പോകണം. ഇങ്ങനെ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടി ഇരിക്കരുത്. അപ്പോൾ അങ്ങനെയൊക്കെ സാധിക്കുന്നത് പോലെയൊക്കെ ചെയ്ത് നിങ്ങളുടെ ജീവിതം വാർദ്ധക്യത്തിൻ്റെ അവസരത്തിൽ കൂടുതൽ സന്തോഷപ്രദമാകാനായിട്ട് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിൽ എന്നെ തള്ളിക്കളയരുതേ എന്നാണ് സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നത്. എൻ്റെ ശക്തി ക്ഷയിക്കുമ്പോൾ ദൈവമേ അവിടെ നിന്ന് താങ്ങണമേ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സങ്കീർത്തകന്റെ പ്രാർത്ഥന 71-ാമത്തെ സങ്കീർത്തനം ഇടയ്ക്കിടയ്ക്ക് വായിക്കണം. 71-ാമത്തെ സങ്കീർത്തനം പ്രായമുള്ളവരുടെ പ്രാർത്ഥനയാണത്. അപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട്, വാർദ്ധക്യത്തിൻ്റെ ദൈവമേ എന്നെ തള്ളിക്കളയരുതേ എന്നും പറഞ്ഞ് സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ അങ്ങനെയുള്ള പ്രാർത്ഥനയൊക്കെ ചൊല്ലി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കാനായിട്ട് സാധിക്കട്ടെ. നിങ്ങളെ ഈ ഇടവയ്ക്ക് വേണ്ടി ചെയ്ത നല്ല കാര്യങ്ങൾക്കെല്ലാം പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഇന്ന് നിങ്ങളെ വരാനായിട്ടിടയായി, നിങ്ങളുടെ സാന്നിധ്യം ഇവിടെ നൽകി ത്യാഗം സഹിച്ച് വന്നവരുണ്ട്. ഒത്തിരി നേരം ഇരിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിലും അവരെല്ലാവരും അല്പം ത്യാഗം സഹിച്ചിവിടെ വന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് വന്നതിൽ അതിയായ നന്ദി നിങ്ങളെ അറിയിച്ചുകൊണ്ട് മൈക്ക് സന്ധ്യ സാറിലേക്ക് കൈമാറും.